ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ നോമ്പിൻ്റെ ഒരു എത്ര നോമ്പുണ്ടോ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ഡെയിലി ഒരു റെസിപ്പി ചെയ്യണമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെസിപ്പി തന്നെ കൊളായത് പോയതുകൊണ്ട് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയിട്ടോ. അതിനുശേഷം ഇതാ ഇപ്പം പാറക്കുട്ടി വിശക്കുന്ന എന്തേലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ കണ്ട റെസിപ്പി ആണ്. മുന്നേ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 മുട്ടയും പിന്നെ ഒരു ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. അത് നല്ലതുപോലെ തരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിൽ അത്യാവശ്യം എടുത്തു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണം അതിനനുസരിച്ച് എടുത്തോളിയേ. എന്നിട്ട് ഇതാ നമ്മൾ നല്ലതുപോലെ മിക്സ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കണം കേട്ടോ. സ്പൂൺ കൊണ്ട് ആക്കുമ്പോൾ ഒരു എന്താ പറയുക അങ്ങോട്ട് മിക്സ് ആവാത്ത പോലെ. അപ്പോൾ ഞാനത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയത് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കേട്ടോ. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മളൊരു അരമണിക്കൂർ മൂടി വെക്കുകയാണ് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു പദം വരാൻ വേണ്ടി. അത് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ അത്യാവശ്യം ഒരു പദത്തിൽ വന്നിട്ടുണ്ട്. അതാ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒരു പദം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഒരു കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഈ മാവിനെ ചപ്പാത്തിയൊക്കെ നമ്മൾ ചെയ്യില്ല അതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ കുഴച്ചതുകൊണ്ട് മാവ് നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് എന്താ പറയുക ട്രൈ ആണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. അപ്പോൾ അതായത് ഇതിനെ 2 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതാ ഈ റോള് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം പാറുവിന് മാത്രമല്ലേ. അപ്പോൾ ഒരുപാട് ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു റോൾ എടുത്തിട്ട് അത്യാവശ്യം നല്ലതുപോലെ പരത്തണേ. എന്ന് വെച്ചാൽ തിന്നായി പോകണ്ട കേട്ടോ. അത്യാവശ്യം തിക്കായിട്ട് പരത്തണേ. ഒരുപാട് നൈസാക്കണ്ട. കാരണം നമുക്കിത് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിയുള്ള ബിസ്ക്കറ്റ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കുഞ്ഞി റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ ഒരു മാവിന്ന് എനിക്ക് അത്യാവശ്യം ഒരു 6 പീസോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി 6 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഒരു ചട്ടി വെച്ചു. ആ ചട്ടി അത്യാവശ്യം നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മളിതാ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല മുക്കി പൊരിക്കണം കേട്ടോ. അത്യാവശ്യം ഓയിൽ കാണിച്ചാൽ പോലെ അത്യാവശ്യം അതുപോലെ മുങ്ങി പൊരിക്കണത്. അതിലിടുമ്പം തന്നെ നമുക്ക് ആ ഓയിൽ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കുക്കായി വരുന്നുണ്ട്. പിന്നെ എന്താ കുക്കായതിനു ശേഷം നമ്മൾ കോരി അത് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ച് നമ്മളുടെ പഞ്ചസാര പൊടിച്ചതും കൂടി അതിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാർക്കുട്ടി ഒരുപാട് കഴിച്ചു കേട്ടോ. അപ്പം അവൾ കഴിക്കുന്ന കണ്ടപ്പം തന്നെ മനസ്സിലായി ഒരുപാട് ടേസ്റ്റ് ഉണ്ടെന്ന്. അവൾ അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.